നിലവിലുള്ള ജീവകാരുണ്യ പ്രവർത്തനം അതിൻ്റെ പ്രാരംഭഘട്ടം മുതൽ തന്നെ മുസ്ലിം ലീഗിൻ്റെ ഒരു മുഖമുദ്രയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനമായി പറയാൻ പറ്റുന്ന ഉദാഹരണമാണ് വയനാട് സർക്കാർ സംവിധാനങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ 28-ാം തീയതി ഏകദേശം 60ഓളം വീടുകളുടെ താക്കോൽദാനം നടത്തി. 60 വീടുകൾ മുസ്ലിം ലീഗ് പാർട്ടി തിരഞ്ഞെടുത്തത് ആളുകളുടെ പേര് നോക്കിയിട്ടില്ല, ആളുകളുടെ രാഷ്ട്രീയ ആശയം നോക്കിയിട്ടില്ല, ആളുകളുടെ മതപരമായ വിശ്വാസം നോക്കിയിട്ടില്ല. വളരെ പരസ്യമായി നറുക്കെടുപ്പിലൂടെയാണ് അതിലേക്ക് ആളുകളെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തത്. ആ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ എല്ലാവരും മുസ്ലിം ലീഗുകാരല്ല, പരിമിതമായ ആളുകളായിരിക്കും ഒരുപക്ഷെ മുസ്ലിം ലീഗ്. അപ്പോൾ കൃത്യമായിക്കൊണ്ട് വയനാട് ദുരന്തത്തിന് ശേഷം സർക്കാർ സംവിധാനങ്ങൾക്ക് ചെയ്യാനും കഴിയാത്തത് മലയാളിക്ക് ഇത്തരമൊരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ പാരമ്പര്യം കൊണ്ടാണ് വയനാട് ഇടിഞ്ഞു പോകുന്ന സമയത്തും മലയാളിക്ക് വിശ്വാസമുള്ള ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം ലീഗിനെയാണ് എന്നതുകൊണ്ടാണ് മലയാളി മുസ്ലിം ലീഗിന് അവിടുത്തെ ഈ വയനാടിനെ വീണ്ടെടുക്കാൻ ഏൽപ്പിച്ചത്. ആ ദൗത്യമാണ് ഒന്നാം ഘട്ടമായിക്കൊണ്ട് 60ഓളം വീടുകളുടെ താക്കോൽദാനം ഈ അടുത്ത ദിവസം നടത്തുന്നത്.